അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാറ്റിൻ ഫിനിഷ് എങ്ങനെ ചെയ്യാം എ ടു സെഡ് ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ സാറ്റിൻ വരുന്നത് ഒരു ബേസ് കളറിലാണ് വരുന്നത്. ബേസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഈ ഒരു ഫീലായിരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വൈറ്റ് ആയിട്ടുള്ളൊരു പേസ്റ്റ് എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു വാളിൽ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ ആ ഒരു സെയിം കളർ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അറിയാലോ, കമ്പ്യൂട്ടർ സ്റ്റെയിനർ നമ്മൾ എന്ത് കളറാണ് വേണ്ടത് ആ കളർ നമ്മൾ ഷെയ്ഡ് കാർഡ് നോക്കിയിട്ട് നമുക്ക് ഏഷ്യൻ്റെ ബെർജറിൻ്റെ എന്ത് സ്റ്റെയിനറുകൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. 1 ലിറ്ററിലോട്ടുള്ള അത്യാവശ്യം ഒരുപാട് ഡാർക്ക് ആക്കാത്ത മീഡിയം ലെവലിൽ നമ്മൾ ഇതുപോലെ സ്റ്റെയിനർ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഇളക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, മെറ്റീരിയൽസിൻ്റെ ആ ഒരു വിസിബിലിറ്റി കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ സാധാ ഒരു മെറ്റീരിയലല്ല, ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മെറ്റീരിയൽസ് അത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും ഉണ്ട്, ആ ഒരു ഭിത്തി കിടന്ന ആ ഒരു കളർ തന്നെ ഇതിൽ ആഡ് ചെയ്തേക്കണം. പക്ഷേ മെറ്റാലിക്സ് അതായത് ഈ സാറ്റിൻ ഫീലിലോട്ട് വരുമ്പോൾ അത് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പുതിയ ഡി സാറ്റിനൊന്ന് ഈ ഒരു വാളിൽ കൊടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു കളർ കിടക്കണമെങ്കിൽ ഇതേ ഒരു സെയിം മെറ്റീരിയൽ നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ നമുക്ക് ഡി സാറ്റിന് ഏരിയ ഒക്കെ ഒന്നും കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അതിന് ഈ ഒരു ഭിത്തി എത്ര സ്ക്വയർ ഫീറ്റിന് നോക്കാം. സ്ക്വയർ ഫീറ്റ് ഭിത്തി ഉണ്ട് കേട്ടോ. നമുക്ക് 1 ലിറ്ററാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ 110 സ്ക്വയർ ഫീറ്റ് ഭിത്തിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഇതും തമ്മിലുള്ള ഡിഫറൻറ്റ് അറിയണമെങ്കിൽ നമുക്ക് ഇത് വേണം. നോർമലി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കളറാണ് ചെയ്യുന്നത് ആ കളറിൻ്റെ ബേസ് എന്തായാലും അടിക്കണം. പൊടിക്ക് ലൈറ്റ് ആയാലും കുഴപ്പമില്ല, സെയിം കളർ അടിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കൂടി ബേസ് നിർബന്ധത്തോടെ കുത്തിയിട്ട വാളായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ബീഫോ പോലത്തെ പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് നല്ല തയ്യപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പേപ്പർ വെച്ച് സ്മൂത്താക്കും. ബേസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ, ബേസ് നിർബന്ധമായിട്ട് അടിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കളറ്. ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ മെറ്റാലിക്സിൽ വരുമ്പോൾ കളർ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒഴിക്കാം. ഇത്ര എടുത്തിട്ടുണ്ട്, 1 ലിറ്ററാണ് എടുത്തേണ്ടത്. ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ സാധനം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അനക്കണ്ട. ഇത് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ഫീല് കണ്ട ഡിഫറെൻ്റ് അല്ലേ. ഇതിൻ്റെ പിടിയോളം ബ്ലേഡും കോരാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ്, കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബേസ് ആക്കിയിട്ട്. ഇത് പ്രൈമറിലാണ് കളറാക്കി എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ തുറന്നൊന്നും വെക്കരുത്, മെറ്റാലിക്സ് ആണ്. അപ്പോൾ അതായത് സാറ്റിനാണ്. എപ്പോഴും നമ്മളത് നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കുക, ബേസ് കറക്റ്റാക്കി അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് കൊടുക്കേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് അടിക്കാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ട്. കാരണം വാക്സ് ചെയ്തേക്കണ ഡിസൈനിൻ്റെ മുകളിലാവുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈമറിൽ സെയിം കളർ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇനിയുള്ളൊരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷനാണ്. അതിന് ഞാൻ 6 ഇഞ്ചിൻ്റെ ബ്ലേഡും ഒരു 4 ഇഞ്ചിൻ്റെ ബ്ലേഡും യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ സിമെൻറ്റ് ടെക്സ്റ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ വലിച്ചിടാം. ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെ ബ്ലേഡിൻ്റെ സ്ഥാനത്ത് 10 ഇഞ്ച് ചെയ്യാം, 8 ഇഞ്ച് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഒരു രീതിക്ക് അനുസരിച്ചാണ്. മെറ്റാലിക്സ് ഏത് ലെവലിൽ നിങ്ങൾക്ക് ഫീൽ കിട്ടുന്നോ ആ ലെവലിലോട്ട് നിങ്ങൾ വലിച്ചിടുക. ഒരുപാട് ഓവർ കട്ടിയ കാര്യങ്ങളൊന്നും കയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ബേസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിൽ തന്നെ നമുക്ക് ഫീൽ കിട്ടും. പെട്ടെന്ന് വലിയ കിട്ടും, പെട്ടെന്ന് ഡ്രൈ ആവും. ഡീഫോഗ് പോലെയൊന്നുമല്ല, പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഉണങ്ങണോണ്ട് തന്നെ ആ രീതിക്ക് ചെയ്യുക. പിന്നെ ജോയിൻറ്റ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിനാണ്. അപ്പോൾ ജോയിൻറ്റ് ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് വളരെ ഈസിയുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ ആ ഒരു കല അനുസരിച്ച് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രം മതി. മെറ്റാലിക്സിന് പൊതുവേ ജോയിൻറ്റ് വരാറില്ല. പിന്നെ നമ്മളായിട്ട് 10 പ്രാവശ്യം ഇട്ടതിൻ്റെ മേളിൽ കൂടി ഇട്ടിട്ട് ചെയ്യുമ്പോൾ അത് മാത്രം സെപ്പറേറ്റ് കാണിക്കുക, അത് മാത്രമാണ് ഉണ്ടാകാറുള്ളൂ. പിന്നെ സെക്കൻഡ് ലെയർ ഞാൻ പറഞ്ഞില്ലേ, ബേസൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഡീഫോഗി കിട്ടുന്ന പോലത്തെ ഒരു ഫീലൊന്നുമല്ല. സാറ്റിൻ്റേതായ ഇതുപോലത്തുള്ള ഫീലുകളാണ് കാണുന്നത്. ഇതിൻ്റെ പല കളറുകൾ ചെയ്യാട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഭിത്തിയിൽ ഓൾറെഡി ആ കളർ കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഫീൽ ചെയ്താണ്. ഗ്രീൻ ചെയ്യാം, ലൈറ്റ് റോസ് ചെയ്യാം, പിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള പല കളർ ഗ്രേ ചെയ്യാം. ഗ്രേ ഫീലുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എന്ത് കളർ വേണം ചെയ്യാം. നമുക്ക് കിട്ടുന്ന ബേസ് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ, ആ ഒരു ഫീലിലാണ് കിട്ടണം. കണ്ടു കഴിയുമ്പോൾ അതൊരു വെറുതെ വൈറ്റ് പേസ്റ്റായിട്ട് തോന്നുമെങ്കിലും കളറൊക്കെ ചെന്ന് ആപ്ലിക്കേഷനൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും വേറെ ലെവലായിരിക്കും സാധനം കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നല്ല ഏരിയ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കാണുന്നത് ആ ഒരു സാറ്റിൻ ഫീലാണ്.
ആ സാറ്റിൻ ഫീൽ നമുക്ക് അത്യാവശ്യം കാണാം. ഫസ്റ്റ് ലെയറിൽ തന്നെ നമുക്ക് ഇത്രയും ഫീൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബേസ് കറക്റ്റാണ്. ബേസ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ സാറ്റിൻ ഫീൽ അടിപൊളിയാണ്. പിന്നെ വാം ലൈറ്റുകൾ, പ്രൊജക്ഷൻ ലൈറ്റുകൾ, അങ്ങനെയുള്ള ഭിത്തിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളോട് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് ഫിനിഷിങ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈം വാഷ് ഫീലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. ക്ലൈമാക്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നുള്ള അഭിപ്രായം പറയാം. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വീഡിയോസുകൾ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രചോദനം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കത് നോക്കി പഠിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് വലിച്ചിടാട്ടോ. പിന്നെ ഡൂൺ ടൂളില്ലേ, ആ ഡൂൺ ടൂളൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചിട്ടിട്ട് ആ ഡൂൺ ടൂളൊക്കെ വെച്ച് കറക്കി അങ്ങനെയും ഇതിൽ പാറ്റേൺസ് ഉണ്ടാക്കാം. പിന്നെ നമ്മളൊരു ഒരു ഡിസൈൻസ് പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലേഡിന് തന്നെ വലിച്ച് ആപ്ലിക്കേഷൻ ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇടുമ്പോൾ തന്നെ സെക്കൻഡ് ഫീലൊക്കെ അടിപൊളിയാണ് കേട്ടോ. സെക്കൻഡൊക്കെ വെറുതെ ഓടിപ്പോവും. ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ ബ്ലേഡിന്. ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടെൻഷൻസ് അടിക്കേണ്ട കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. ഇപ്പം ഞാൻ ഒറ്റക്കാണല്ലോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കും ഒറ്റയ്ക്ക് ചെയ്യാം, 2 പേരായിട്ട് ചെയ്യാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക. ചെറിയ പാറ്റേൺസിൽ ചെയ്യാം, വലിയ പാറ്റേൺസിൽ ചെയ്യാം. അത് നിങ്ങൾ ബ്ലേഡ് വെച്ച് യൂസ് ചെയ്യുന്ന രീതിക്ക് പാറ്റേൺസ് അടിപൊളിയായിട്ട് വീഴും കേട്ടോ. സെക്കൻഡ് ലെയറിലൊക്കെ നമുക്ക് 2 സൈഡിൽ നിന്ന് വലിക്കണം. ഇടത്തുനിന്നും വലത്തുനിന്നും മുകളിൽ നിന്നും താഴെ നിന്നും അങ്ങനെയൊക്കെ പല രീതിക്ക് വലിച്ചിടണം. കാരണം അങ്ങനെ വലിച്ചിടുമ്പോഴാണ് ആ പാറ്റേൺസ് കറക്റ്റായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും സെക്കൻഡ് കോട്ടിങ്ങിൽ തന്നെ ആ ഒരു ഫീല് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ സൈഡിൽ കൂടി കൊണ്ടുപോകുമ്പോൾ ആ സാറ്റിൻ കിടക്കുന്നതിൻ്റെ ഫീലാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സാറ്റിൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം ഇതുപോലത്തെ ഒരു മെറ്റീരിയൽസ് ഒരു കമ്പനിയുടെ കയ്യിലുണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ കയ്യിൽ മാത്രമുള്ളൊരു പ്രൊഡക്റ്റാണ്. എല്ലാ ആളുകളുടെയിലുള്ള വെൽവെറ്റ് ഫിനിഷുകൾ, മെറ്റാലിക് ഫിനിഷുകളൊക്കെ ആയിരിക്കും. പക്ഷേ അതൊരു ഡിഫോഗിൻ്റെ സാറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം ലോഞ്ചറാണ്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ഒരു ഫീൽഡിൽ മെറ്റീരിയൽ കിട്ടുന്നത്. പണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സുസൂക്ക സാറ്റിൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. സംഭവം കിട്ടുവാണ്, ഒന്നും പറയാനില്ല. നിങ്ങളിപ്പോൾ ലൈവായിട്ട് കാണുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ആണ്. അത് ചെയ്തതിന് ശേഷം ഒരു പകൽ വെട്ടത്തിലാണ് ഈ കാണുന്നത് കേട്ടോ. അധികം ഇരുട്ടൊന്നും ആയിട്ടില്ല. പകൽ വെട്ടത്തിൽ ആ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. ഇനി അത് ഇരുട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാണ്. ഡാർക്ക് ഷെയ്ഡിൽ നല്ല അടിപൊളി ഒരു ലൈം വാഷ് ഫീല് കിട്ടണില്ലേ, കിട്ടും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ സാറ്റിനെ കുറിച്ച് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞാൽ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി. പിന്നെ അതിൻ്റെ മെറ്റാലിക്സ് ഫീലാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇത്രയും ഈസി ആയിട്ടും ഇത്രയും ക്ലാരിറ്റി ആയിട്ടും ഇനിയൊരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. എന്നാൽ അപ്പോൾ നമുക്ക് സാറ്റിങ് തുടങ്ങല്ലേ. കോൺടാക്ട് ചെയ്തോട്ടാ.